തിരുവനന്തപുരത്തെ ജലവിതരണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി നഗരപ്രദേശങ്ങളിൽ ഉടൻ വെള്ളമെത്തും. അതേസമയം തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെ ഓണപരീക്ഷകൾ മാറ്റി. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചു. തിരുവനന്തപുരത്തെ ജലവിതരണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി പമ്പിംഗ് ആരംഭിച്ചതായും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിച്ച ജനങ്ങളോട് നന്ദിയെന്നും ആര്യ രാജേന്ദ്രൻ. ഇപ്പോൾ നിലവിൽ ഈ വർക്ക് പൂർണ്ണമായി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ആ പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അരുവിക്കരയിൽ നിന്ന് റോ വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മുടെ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം. അതിൽ നമുക്ക് പ്രധാനമായും നമ്മുടെ ഇവിടെ ഉണ്ടായ വാൽവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നഗരത്തിൽ വെള്ളമില്ലാതെയായി 4 ദിവസങ്ങൾ പിന്നിടുന്ന ഈ സാഹചര്യത്തിലും പൂർണ്ണമായി ഈ സംവിധാനത്തിനോട് നമ്മളെ എല്ലാം വിശ്വസിച്ച്, പ്രത്യേകിച്ചും നഗരസഭയെയും വാട്ടർ അതോറിറ്റിയെയും സർക്കാരിനെയും എല്ലാം വിശ്വസിച്ച്, ചില പ്രശ്നങ്ങളൊക്കെ ചില മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായി നമ്മളെ എല്ലാം വിശ്വസിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന ആത്മവിശ്വാസം തന്ന ജനങ്ങളോട് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് 1.5 മണിക്കൂറിനുള്ളിലായിരിക്കും വെള്ളം എത്തിച്ചേരുന്നത്. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഉയർന്ന പ്രദേശങ്ങളിലും നമുക്ക് വെള്ളം ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. നഗരസഭ എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ 40 വാഹനങ്ങൾ നഗരത്തിൽ, 30 വാഹനങ്ങളായിരുന്നു നേരത്തെ, 40 വാഹനങ്ങൾ ഇപ്പോൾ നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി സർവീസ് നടത്തുന്നുണ്ട്. 10 വാഹനങ്ങൾ കൊച്ചിയിൽ നിന്ന് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം 50 വാഹനങ്ങളിൽ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നവരെ, നമുക്കറിയാം ഇതിൻ്റെ പമ്പിംഗ് നടന്ന് പൂർണ്ണ സ്ഥലത്തും ഈ വെള്ളം എത്തുന്നത് വരെയുള്ള സമയത്ത് അവസാനത്തെ പരാതി വരെ പരിഹരിക്കുന്ന ആ സമയം വരെ നഗരസഭ ഈ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ള സർവീസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സുലേഖയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുലേഖ, നിലവിൽ പമ്പിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്, പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഉടൻ വെള്ളം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അവണി, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വാർഡുകളിൽ ജലവിതരണം നിർത്തിവെച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായുള്ള പ്രവർത്തികൾ നടന്നത്. ശുദ്ധജല പമ്പിംഗ് നിർത്തിവെച്ചാണ് ഇത്തരത്തിൽ പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ അലൈൻമെന്റ് പ്രവർത്തികളൊക്കെ തന്നെയും. അരുവിക്കര ഡാമിൽ നിന്നാണ് ഇത്തരത്തിൽ ശുദ്ധജല പമ്പിംഗ് നടക്കുന്നത്. ഈ ശുദ്ധജല പമ്പിംഗ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ പറയുന്ന ഈ പണി നടന്ന സ്ഥലത്തിലേക്ക് വെള്ളം എത്തി തുടങ്ങും. എന്തായാലും അതിനുശേഷം ഈ ഐരാണിമുട്ടത്താണ് ഈ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള വെള്ളം എത്തിക്കുന്നത്. ഐരാണിമുട്ടത്തുള്ള ഒരു വാട്ടർ ടാങ്കിൽ നിന്നാണ് ഐരാണിമുട്ടത്തേക്ക് എന്തായാലും 12 മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ വെള്ളം എത്തി തുടങ്ങും. അതിനുശേഷം വിവിധ ഇടങ്ങളിലേക്ക് ഈ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ പൂർണ്ണ തോതിൽ ഈ ശുദ്ധജല വിതരണം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മേയർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും ഇത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ 2 മണിക്കൂറിനും ഒപ്പം ഉയർന്ന പ്രദേശങ്ങളിലും നാളെ രാവിലെയോട് കൂടി തന്നെ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാകും എന്നുള്ള കാര്യമാണ് വാട്ടർ അതോറിറ്റി അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഒരു സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് മേയർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. കാരണം 48 മണിക്കൂർ വരെയാണ് ഇത്തരത്തിൽ ജലവിതരണം മുടങ്ങും എന്നുള്ളൊരു അറിയിപ്പുണ്ടായത്. അതിന് പിന്നാലെ 48 മണിക്കൂർ കഴിഞ്ഞ ഇന്നലെ 3ാമത്തെ ദിവസമായിരുന്നു. ഇത് 4ാം ദിവസമാണ് ഇത്തരത്തിൽ വെള്ളം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ 4 ദിവസവും ജനങ്ങൾ കൃത്യമായി തന്നെ നഗരസഭ പറയുന്ന കാര്യങ്ങൾ, അധികൃതർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിച്ചു. ഈ നഗരസഭയ്ക്കൊപ്പം, നഗരസഭയുടെ പ്രവർത്തികൾക്കൊപ്പം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മേയർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ മന്ത്രിമാർ വി ശിവൻകുട്ടി, ഒപ്പം റോഷി അഗസ്റ്റിൻ തുടങ്ങിയ മന്ത്രിമാരൊക്കെ തന്നെയും
സ്ഥലത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ഈ സ്ഥലം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അടക്കം ഈ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ മന്ത്രിതലത്തിലും ഒപ്പം മറ്റെല്ലാ തരത്തിലും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത്തരത്തിൽ മന്ത്രിമാരടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഏകോപനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അരുവിക്കര ഡാമിൽ നിന്നും. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ പറയുന്ന നഗരപ്രദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളം എത്തി തുടങ്ങുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നാളെ പുലർച്ചയോട് കൂടി മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിലൊപ്പം ഈ പറയുന്ന ഐരാണിമുട്ടം ടാങ്കിൽ നിന്ന് ജലവിതരണം നടത്തുന്ന പ്രദേശങ്ങളിലും നാളെ രാവിലെയോടുകൂടി തന്നെ പൂർണ്ണസ്ഥിതിയിൽ ജലം എത്തുമെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. ആവണി സുലേഖ, ഒപ്പം തന്നെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയല്ലേ? ഓണപരീക്ഷയടക്കം മാറ്റിവെച്ചിരിക്കുകയല്ലേ? അവിടെ തീർച്ചയായും ഈ വെള്ളം ലഭിച്ചു തുടങ്ങാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സ്കൂളുകൾക്കൊന്നും വെള്ളം സംഭരിക്കാനുള്ള ഒരു സമയം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസുകളുടെ കാര്യത്തിലും ഒപ്പം ഓണപരീക്ഷ നടക്കുന്ന കാലമാണ്. ഈ ഓണപരീക്ഷകളൊക്കെ നടക്കുന്ന കാലത്ത് രക്ഷിതാക്കൾക്ക് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഓണാവധി തുടങ്ങാനിരിക്കെ ഓണപരീക്ഷ നടക്കുന്ന ഒരു സാഹചര്യമാണ് സ്കൂളുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ഈ പരീക്ഷ എഴുതിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ രക്ഷിതാക്കൾക്കും ഒപ്പം അധ്യാപകർക്കും ഒരേപോലെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജലവിതരണം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചത്. ഒപ്പം ഓണപരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ആവണി. ശരി, സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്.